ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൈയടക്കിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ വെറുപ്പിച്ചതും ജാസ്മിൻ ജബ്രി കോംബോയാണ്. നെഗറ്റീവ് മാത്രമുള്ള, ആരോടും ബഹുമാനമില്ലാത്ത, സകലരെയും പുച്ഛത്തോടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം കോംബോ. വൈൽഡ് കാർഡ് എൻട്രികളായ നന്ദന, അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്, സിബിൻ, സായി കൃഷ്ണ, പൂജ എന്നിവർ അടങ്ങുന്ന ടീം എത്തിയപ്പോഴും അവരെല്ലാം കൂടുതലും ടാർഗറ്റ് ചെയ്തത് ജാസ്മിനെയും ഗബ്രിയെയുമാണ്. ഈ ജബ്രികളെ ടാർഗറ്റ് ചെയ്തവരെല്ലാം മറ്റു കാരണങ്ങൾ കൊണ്ട് പുറത്താവുകയും ചെയ്തു. ഉദാഹരണമായി രതീഷ്, റോക്കി, സിബിൻ തുടങ്ങിയവർ. മറ്റു മത്സരാർത്ഥികൾ പലപ്പോഴും ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ് ജിൻഡോയ്ക്കൊപ്പം തന്നെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന് പ്രേക്ഷകർക്കിടയിൽ അഭിപ്രായമുണ്ടായതും. ജാസ്മിൻ നേരിട്ട മെയിൻ ആരോപണം പുറത്തൊരു റിലേഷൻ വച്ചിട്ട് അകത്ത് ലവ് ഡ്രാമ കളിച്ചു എന്നതാണ്. ഗബ്രി അപ്പോഴും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ജാസ്മിൻ ഉണ്ടായിരുന്ന അത്രയും ഹേറ്റേഴ്സ് ഗബ്രിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് വേണം കരുതാൻ. ഗബ്രിയുടെ സ്ലാങ്ങും ശരീരഭാഷയും കാരണം അയാൾ എന്ത് കാര്യം പറഞ്ഞാലും അത് റൂഡായിട്ട് തോന്നുന്നു. മറ്റുള്ളവർക്ക് സംസാരിച്ച് ജയിക്കാനും ബുദ്ധിമുട്ടാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കുറവ് നോറയ്ക്കാണ്. അതുപോലെ തന്നെ വോട്ടുകളും കുറവാണ്. കൂടാതെ നോറ ഒരു നല്ല ഗെയിമറോ കണ്ടന്റ് മേക്കറോ അല്ല. അതുപോലെ തന്നെ സേഫ് ഗെയിമറുമല്ല. മറ്റുള്ളവരോട് തീരെ ഇമോഷണലി കണക്ട് ആവാത്ത ഒരാളാണ് നോറ. സദാസമയവും അരോചകമായി ചിലച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ കരയും. ജിൻഡോയെ പോലെ തന്നെ എല്ലാവരോടും ഗെയിം കളിക്കും. എല്ലാവരാലും ആക്രമിക്കപ്പെടും. പക്ഷേ അതിനെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള കഴിവ് നോറയ്ക്കില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ട ട്രെൻഡ് പ്രകാരവും ഇതുവരെ ഇവർ നേടിയ വോട്ടുകൾ അൺഒഫീഷ്യലായിട്ട് പരിശോധിക്കുമ്പോഴും ഗബ്രിക്കും നോറയ്ക്കും ഋഷിക്കുമൊക്കെ വോട്ടുകൾ വളരെ കുറവാണ്. ഗബ്രിക്കാകട്ടെ ജനപിന്തുണ നേടാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഗബ്രിയോ നോറയോ പുറത്താകുമെന്നാണ് നിരൂപകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സീസൺ 50 ദിവസം പിന്നിടുമ്പോഴും 15 മത്സരാർത്ഥികൾ നിലവിൽ ഹൗസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 പേരൊക്കെ പുറത്തുപോകാൻ സാധ്യത കൂടുതലാണ്. ഗബ്രി ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ എങ്ങനെ ഗെയിം കളിക്കുമെന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷ കാണും. ഇന്ന് പുറത്തുവിട്ട പ്രൊമോയിൽ അതിഭയങ്കര നാടകീയ മുഹൂർത്തങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സർവം തകർന്ന് തറയിൽ കുത്തിയിരുന്ന് പൊട്ടിക്കരയുന്ന ജാസ്മിനെ പ്രൊമോയിൽ കാണാം. എത്തിക്സ് വിട്ടു കളിക്കുന്ന അംഗങ്ങളും സേഫ് ഗെയിമർമാരും ഇപ്പോഴും ഹൗസിനുള്ളിൽ സുഖവാസം നടത്തുന്നുണ്ട്. ചിലർക്ക് വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് മൂക്ക് കയറിട്ടതും നമ്മൾ കണ്ടതാണ്. ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം വിമർശനങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഗബ്രിയുടെ പുറത്താക്കൽ ബിഗ് ബോസിന്റെ ഡ്രാമയാണോ അതോ മാറ്റിപ്പിടിക്കലാണോ, പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഹിന്ദി ബിഗ് ബോസിലൊക്കെ കണ്ട പോലെ സീക്രട്ട് റൂമിലിരുത്തി കൂട്ടുകാരിയുടെ കളി കാണിക്കാനാണെങ്കിലോ?